ഓൾഡ് മണി ആസ്തറ്റിക്. എന്താണ് ഓൾഡ് മണി? അക്കോർഡിംഗ് ടു ഗൂഗിൾ സെർച്ച്, പീപ്പിൾ ഹൂസ് ഫാമിലി ഹാവ് ബീൻ റിച്ച് ഫോർ എ ലോങ് ടൈം. നമുക്കൊരു ഓൾഡ് മണി ആസ്തറ്റിക് ലുക്ക് അച്ചീവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ലുക്ക് റിച്ച്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വാർഡ്രോബാണ്. സോ ഇതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ പറയുന്ന പ്രൊഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഓൾഡ് മണി വാർഡ്രോബ് സെറ്റായി കഴിഞ്ഞു. സെക്ഷൻ 1 ടോപ്പ് യൂസ്. ടോപ്പ് യൂസിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന ഷെയ്ഡ്സിനെ കുറിച്ചാണ്. ഷെയ്ഡ്സ് മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലിനൻ മെറ്റീരിയൽ ഷെയ്ഡ്സ് മാത്രം മേടിക്കുക. അതിൽ ബെസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് പാരിജ് ആൻഡ് ലിനൻ ഷെയ്ഡ്സ് ആണ്. നമ്പർ 2 സ്വെറ്റ് ഷെയ്ഡ്സ്. സ്വെറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഓൾഡ് മണി കിങ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്വെറ്റ് ഷെയ്ഡ് മേടിക്കുമ്പോൾ എപ്പോഴും സിപ്പറുള്ള സ്വെറ്റ് ഷെയ്ഡ് മാത്രം മേടിക്കാൻ നോക്കുക. നമ്പർ 3 പോളോ ഷർട്ട്സ്. അലിയൻ സോളിയുടെ ലോഗോ ഉള്ളൊരു പോളോ ഷർട്ട് മേടിക്കുക. ബട്ട് ലോഗോ 1 ഇഞ്ചിനേക്കാൾ സൈസ് കൂടരുത്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിനൊരു ബെസ്റ്റ് അഫോർഡബിൾ ഓപ്ഷൻ നെറ്റ് പ്ലേ കൂടിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കളേഴ്സാണ്. നിങ്ങളൊരു ഷർട്ട് മേടിക്കുമ്പോൾ വൈറ്റ്, ബ്ലാക്ക്, നേവി, ഒലീവ് ഇതായിരിക്കണം നിങ്ങളുടെ സെക്ഷൻ. അതുപോലെ തന്നെ സ്വെറ്റ് ഷർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ബെയ്ജ്, ബ്ലാക്ക്, കാക്കി. ഇനി പോളോ ഷർട്ടിലാണെന്നുണ്ടെങ്കിൽ നേവി, വൈറ്റ്, ബ്ലാക്ക്. സെക്ഷൻ 2 ബോട്ടം വിയേഴ്സ്. ബോട്ടം വിയേഴ്സിൽ നമ്മൾ ആദ്യം സംസാരിക്കുന്ന പാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ട്രൗസേഴ്സിനെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യം ഓൺ ചെയ്തിരിക്കുന്ന ഒരു ടൈലർ ട്രൗസേഴ്സാണ്. കാരണം ഇത് സ്റ്റാപ്പിൾ ലുക്ക് നിങ്ങൾക്ക് തരും. മാത്രമല്ല ഇത് കാക്കി ചീനോസ്, അത് കുറച്ചും കൂടി റിഫൈൻഡ് ലുക്കായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോർട്സ് ആണ്. സീസക്കർ ഷോർട്സ്. അതെന്ന് പറഞ്ഞാൽ ഫാബ്രിക്കിൻ്റെ കാര്യത്തിൽ വളരെ നല്ലൊരു ഷോർട്സ് ആണ് സീസക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിനൻ ഷോർട്സ്. ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ഓൾഡ് മണി ഇൻ ടു ദ ലുക്ക് തരും. പിന്നെ കളേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പാൻസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബ്രൗണ്, കാക്കി, ബ്ലാക്ക്, വൈറ്റ്, ടാൻ. ഈ ഷോർട്സ് എടുക്കുമ്പോൾ ഒലീവ് ഗ്രീന്, ലൈറ്റ് ഗ്രേ, ബെയ്ജ്, വൈറ്റ് ഈ കളറിൽ പോകാൻ നോക്കുക. സെക്ഷൻ 3 ആക്സസറീസ്. ആക്സസറീസിൽ ആദ്യം നമുക്ക് വേണ്ട ഒരു ലെതർ ബെൽറ്റാണ്. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറുള്ള ബെൽറ്റ്. പിന്നെ രണ്ടാമത്തെ പറയുന്നൊരു വാച്ചാണ്. ഒരു ലെതർ സ്ട്രാപ്പ് വാച്ച് അല്ലെങ്കിൽ ഒരു ചെയിൻ വാച്ച്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്ലീസിയുടെയോ നെയ്റ്റിൻ്റെയോ അതല്ലെങ്കിൽ റിവേഴ്സിയുടെ ഒക്കെ പോലത്തെ ഓൾഡ് മണി വാച്ചസ്. അതുപോലെ തന്നെ ഒരു പോളോ ക്യാപ്പ് ആസ്തറ്റിക് ലുക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങളൊരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ കോമ്പിനേഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കും. ആൻഡ് ഫൈനലി സെക്ഷൻ 4 ഷൂസ് ഓർ ഫുഡ് വെയർസ്. ഫുഡ് വെയർസിൽ എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് ബീച്ച് സാൻഡൽസും അതുപോലെ തന്നെ ഷൂസിലോട്ട് നോക്കുകയാണെങ്കിൽ ന്യൂ ബാലൻസിൻ്റെ CT302 ആമസോണിൽ അറൗണ്ട് 8,000 റുപ്പീസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ കോസ്വേ പോലുള്ള ഇൻസ്റ്റാഗ്രാം സൈറ്റിൽ ഇതിന് ജസ്റ്റ് 2,600 സംതിങ്ങിനൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൾഡ് മണി ആസ്തറ്റിക്കിൻ്റെ മെയിൻ ഷൂസ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് ഷൂസ് അതുപോലെ തന്നെ ലോഫേഴ്സും ആണ്. പിന്നെ മെയിനായിട്ടൊരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂസ് ഒരിക്കലും നിങ്ങളുടെ ഔട്ട്ഫിറ്റിൻ്റെ അറ്റൻഷൻ കളയാത്ത രീതിയിൽ വേണം ചൂസ് ചെയ്യാൻ. ആൻഡ് ഫൈനലി ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.